ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ 15ാമത്തെ ആഴ്ചയിൽ എന്താ സംഭവിക്കുന്നത്, അമ്മയിൽ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. ഗർഭിണിയായ സ്ത്രീക്ക് സ്വന്തമായിട്ട് ഗർഭിണിയാണ് എന്നുള്ള ബോധം നമ്മുടെ ശരീര വളർച്ചയിലൂടെ, അതായത് നമ്മുടെ വയറ് വലുതായിട്ടുണ്ടാവും, സ്തനങ്ങളെല്ലാം വലുതായിട്ടുണ്ടാവും, അതിലൂടെ സ്വന്തമായിട്ട് ഗർഭിണിയാണ് എന്ന് ഒരു ബോധം വരുന്ന സമയമാണത്. നിങ്ങളുടെയൊക്കെ വയറ് വലുതായിട്ടില്ലേ? അഞ്ചാമത്തെ മാസമല്ല, 15ാമത്തെ ആഴ്ചയായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ 4ാമത്തെ മാസത്തിലാണ്. അപ്പോൾ ഈ 15ാമത്തെ ആഴ്ചയിൽ നിങ്ങളുടെ വയറ് എങ്ങനെയാണ് ഇപ്പോൾ? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ വയറൊക്കെ ചെറുതായിരുന്നു. അങ്ങനെ പുറത്തേക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങുമ്പോഴൊന്നും ആർക്കും ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ 15ാമത്തെ ആഴ്ചയൊന്നും എനിക്ക് ഡ്രസ്സുകളൊന്നും, പഴയ ഡ്രസ്സുകളൊക്കെ ചെറുതായിട്ട് അഴിച്ചിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴിച്ചിടണം, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ വണ്ണം വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പഴയ ഡ്രസ്സുകളൊക്കെ പാകമാവുന്നുണ്ടോ, അതോ ഇപ്പോഴും പുതിയ ഡ്രസ്സുകളാണോ യൂസ് ചെയ്യണേ? എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 ഇഞ്ചോളം വരും. അതുപോലെ ഭാരം എന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഒരു 75 ഗ്രാമോളം വരും. ഒരു താരതമ്യം ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു തക്കാളിയുടെ വലുപ്പത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. നമുക്കിനി അമ്മയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം. അമ്മയുടെ ഹൃദയം ഇപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യണത്. ഈ ഗർഭകാലത്തിന് മുമ്പ് ഉള്ളതിനേക്കാളും ഒരു 20% അധികം ഇപ്പോൾ നമ്മുടെ അമ്മയുടെ ഹൃദയം ഇപ്പോൾ രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നും പറയാം. പിന്നെ നമ്മുടെയൊക്കെ ലൈഫിൽ എനിക്കങ്ങനെയായിരുന്നു, ഉറക്കമായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഡേ ഫുൾ ഹാപ്പി, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകും. ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ ഒരു മൂഡി ഫീലിംഗ് ആയിരിക്കും, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വയറ് വലുതായതുകൊണ്ട് നന്നായി ഉറങ്ങാനായിട്ട് ഒരു പൊസിഷൻ, ഏത് പൊസിഷനിൽ കിടന്നാലും നന്നായി ഉറങ്ങാൻ പറ്റുക, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്, അങ്ങനെ ഇപ്പോൾ ഒരു ഉറക്കമില്ലാത്ത ഒരാഴ്ചയായിരിക്കാം നിങ്ങൾക്കത്. സാരില്ല, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്കത് ശീലമായിക്കോളും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ, പേടിക്കേണ്ട ആരും. നമുക്കിനി കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ. കുഞ്ഞിൻ്റെ വളർച്ച ഈ ആഴ്ച മുതൽ വേഗമായിരിക്കും. അതുകൊണ്ട് തന്നെ ചർമ്മമെല്ലാം ഈ ആഴ്ചയോടുകൂടി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും ചർമ്മത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബോൺസും അതുപോലെ വെയിൻസും എല്ലാം കാണാൻ പറ്റും. ഈ അസ്ഥികളും പേശികളൊക്കെ വളർച്ചയുടെ പാതയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ചലനം ക്രമേണ മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതാഴ്ചയിലാണ് കുഞ്ഞിൻ്റെ ചലനങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബാക്കിയുള്ളവർക്കും ആ ആഴ്ചയാകുമ്പോഴേക്കും ഫീൽ ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് എന്നൊക്കെ നോട്ട് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് കമൻറ്റ് ചെയ്യാൻ പറയണത്. പിന്നെ ഇപ്പോൾ കുഞ്ഞിൻ്റെ ബോണൊക്കെ ഭയങ്കര നാരോ ആയിരിക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചെറുത് ആയിരിക്കും, വണ്ണുണ്ടാവില്ല, ബലം ഉണ്ടാവില്ല. പക്ഷേ ഈ കാൽഷ്യമൊക്കെ സ്വീകരിക്കാനായിട്ട് ഈ ആഴ്ച മുതൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ബോൺസൊക്കെ കട്ടി വയ്ക്കാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ കേൾവി ശക്തി ഈ ആഴ്ചയോട് കൂടി വികസിച്ച് തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ആഴ്ച മുതൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയായിരിക്കും, കുഞ്ഞിൻ്റെ കൈ എപ്പോഴും ഇങ്ങനെ ചുരുട്ടി പിടിച്ചേക്കായിരിക്കും. മുഷ്ടി ചുരുട്ടി പിടിക്കുക എന്ന് പറയും, അത് ചുരുട്ടി പിടിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഇനി ഈ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. ഇപ്പോൾ പറഞ്ഞു, അമ്മമാരുടെ ബോഡിയിൽ രക്തത്തിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. രക്തസമ്മർദ്ദം കൂടുമ്പോൾ ഹൃദയമിടിപ്പും കൂടുമല്ലോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട്, ഇത് രണ്ടും ഒരു താരതമ്യത്തിലാണ് പോണേ എന്നൊന്ന് ഉറപ്പാക്കണം നമ്മൾ. അത് ഡോക്ടർ നമ്മൾ ചെക്കപ്പിന് പോകുമ്പോൾ നോക്കിക്കോളും, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, അമ്മമാരുടെ വയറ് വലുതായതുകൊണ്ട് അവർക്ക് ഉറങ്ങാനായിട്ട് ഭയങ്കര ഒരു പ്രയാസമായിരിക്കും എന്ന്. അപ്പോൾ നിങ്ങൾക്കായിട്ടൊരു ടിപ്പ് തരാം. ഉറങ്ങാനായിട്ട് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇടതുവശം ചേർന്ന് കിടക്കുക. എന്നിട്ട് ഒരു കട്ടിയുള്ള ഒരു തലോണ 2 കാലിൻ്റെ മുട്ടുകളുടെ ഇടയിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കംഫർട്ട് ഫീൽ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് നന്നായി ഉറങ്ങാൻ പറ്റും. പ്രഗ്നൻസി പില്ലോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് ചെയ്താൽ മതി. പില്ലോൻ്റെ പ്രൊഡക്റ്റ് ഞാൻ മുകളിൽ ലിങ്കിൽ ടാഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് ടാഗ് ചെയ്യാം, അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ എന്ന് കരുതി ഞാൻ ടാഗ് ചെയ്യണതാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഗർഭകാലത്തെ വസ്ത്രങ്ങളും നമ്മൾ ലൂസ് ഡ്രസ്സ് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഇത്. താങ്ക്